So welcome back to your channel CTech. So നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൻ്റെ മൊഡ്യൂൾ 2ൽ നമ്മൾ ഡേറ്റ ലിങ്ക് ലെയർ എന്താണെന്ന് നോക്കി. ആ ഡേറ്റ ലിങ്ക് ലെയറിൽ നമ്മൾ കുറച്ച് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി നോക്കിയല്ലേ ഡേറ്റ ലിങ്ക് ലെയറിൻ്റെ. അതിൽ ഒന്നാണ് എന്ത് ഇറർ കൺട്രോൾ. ആ ഇറർ കൺട്രോളിൽ നമ്മൾ ഏറ്റവും ബെസ്റ്റായിട്ടും മോസ്റ്റ് കോമണായിട്ട് പവർഫുള്ളായിട്ട് ഇറർ ഡിറ്റക്ഷൻ മെത്തേഡാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകണം. അതാണ് CRC, സൈക്ലിക് റിഡൻഡൻസി ചെക്ക്. ഇറ്റ് ഈസ് ദ മോസ്റ്റ് കോമൺ ആൻഡ് മോസ്റ്റ് പവർഫുൾ ഇറർ ഡിറ്റക്ഷൻ മെത്തേഡാണ്. സോ ഈ ഒരു റിഡൻഡൻസി ചെക്ക് വെച്ചിട്ടാണ് നമുക്ക് ഇറർ ഉണ്ടോ ഇല്ലയോ എന്ന് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഒരു പ്രോബ്ലം നമുക്ക് പാർട്ട് ബിയിലൊക്കെ ചോദിക്കാവുന്നതാണ്, CRC പ്രോബ്ലം. സോ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊരു ഓവറോൾ പെർഫോമൻസ് പറഞ്ഞു തരാം. നമ്മളിപ്പോൾ ഒരു സെൻറ്റർ, നമുക്ക് റിസീവർ ഒരു സെൻറ്ററുണ്ട്, അതേപോലെ ഒരു റിസീവർ സൈഡ് ഉണ്ടെന്ന് വിചാരിക്കാം. ഈ ഒരു സെൻറ്റർ ഒരു ഡേറ്റ പാസ് ചെയ്യുകയാണ്, റിസീവറിലോട്ട് ഒരു ഡേറ്റ കൊടുക്കുകയാണ്. ആ ഒരു ഡേറ്റ കൊടുക്കുന്ന സമയത്ത് ആ ഒറിജിനൽ ഡേറ്റയിലെ അതിൻ്റെ കൂടെ ഒരു റിഡൻഡൻറ്റ് ബിറ്റും കൂടി, അതായത് ഒരു ചെറിയൊരു വാല്യൂ ഓഫ് റിഡൻഡൻറ്റ് ബിറ്റും കൂടി ആഡ് ചെയ്ത്, ഒരു ചെക്ക് സം ബിറ്റും കൂടി ആഡ് ചെയ്തായിരിക്കും ആർക്ക് സെൻഡ് ചെയ്യുന്നത്, റിസീവറിന് സെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഈ റിഡൻഡൻറ്റ് ബിറ്റ് എങ്ങനെ വന്നെന്ന്, അതായത് റിഡൻഡൻറ്റ് ബിറ്റ് എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് ത്രൂ ബൈനറി ഡിവിഷൻ. നമ്മൾ ആ ഒരു ഒറിജിനൽ ഡേറ്റയെ ബൈനറി ഡിവിഷൻ വെച്ചാണ് നമുക്ക് റിഡൻഡൻറ്റ് ബിറ്റ് കിട്ടുന്നത്. അതായത് റിഡൻഡൻറ്റ് ബിറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് കിട്ടിയ ഒറിജിനൽ മെസ്സേജ്, ഒറിജിനൽ ഡേറ്റ, അതിനെ ഒരു പ്രീ ഡിഫൈൻഡ് നമ്പർ വെച്ച്, ഒരു പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള നമ്പർ വെച്ച് എന്ത് ചെയ്യും, ഡിവിഷൻ ചെയ്യും. ഡിവിഷൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ, ആ റിമൈൻഡറാണ് എന്ത്, നമ്മുടെ റിഡൻഡൻറ്റ് ബിറ്റ് എന്ന് പറയുന്നത്. നമുക്ക് കിട്ടുന്ന ആ റിമൈൻഡർ ആയിരിക്കും ആ റിഡൻഡൻറ്റ് ബിറ്റ്. അപ്പോൾ ഈ റിമൈൻഡർ കിട്ടുമല്ലോ, ആ റിമൈൻഡർ എന്തിൻ്റെ കൂടെ ആഡ് ചെയ്യണം, നമ്മുടെ ഒറിജിനൽ ഡേറ്റയായിട്ട് ആഡ് ചെയ്തിട്ടായിരിക്കും സെൻഡർ റിസീവറിലോട്ട് അയക്കുക. ഇനി റിസീവർ സൈഡിൽ അപ്പോൾ എത്തുന്നത് എങ്ങനെയായിരിക്കും, ആ ഡേറ്റ പ്ലസ് ഇവിടുന്ന് ഡേറ്റയും റിമൈൻഡറും കൂടി ചേർന്ന് ആ ഡേറ്റ അല്ലെങ്കിൽ റിഡൻഡൻറ്റ് ബിറ്റും കിട്ടും, അല്ലെങ്കിൽ ആ റിമൈൻഡറും കൂടി ആഡ് ചെയ്തിട്ടുള്ള ഡേറ്റ ആയിരിക്കും കിട്ടുന്നത്. അതിനെ എന്ത് ചെയ്യും, ഒരു പ്രീ ഡിഫൈൻഡ് നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യും. ഓക്കെ, പ്രീ ഡിഫൈൻഡ് നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ 00 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം ഇറർ ഫ്രീ എന്നാണ്. ഓക്കെ, അല്ല ഇപ്പോൾ 0യോ 1ഓ വേറെ എന്തെങ്കിലും ആണെങ്കിൽ അതിൻ്റെ അർത്ഥം ഇറർ ഉണ്ട്, ഇറർ ഡിറ്റക്റ്റ്. ഇങ്ങനെയാണ് ഇറർ ഡിറ്റക്ഷൻ അല്ലെങ്കിൽ സൈക്ലിക് റിഡൻഡൻസി ചെക്ക് നടക്കുന്നത്. ഇങ്ങനെയാണ് ഓവറോൾ. ഓക്കെ അല്ല എങ്ങനെയാണ് നടക്കുന്നതെന്ന് ഇനി ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. സോ ഇതാണ് അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ. എ ബിറ്റ് സ്ട്രീം 11, ഈ ഒരു നമ്മളെ ബിറ്റ് സ്ട്രീം തന്നിട്ട് ഇറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് യൂസിങ് എ സ്റ്റാൻഡേർഡ് CRC മെത്തേഡ് ആൻഡ് ദ ജനറേറ്റർ പോളിനോമിയൽസ് x⁴ പ്ലസ് x+1 ഷോ ദ ആക്ച്വൽ ബിറ്റ് ട്രാൻസ്മിറ്റഡ്. അപ്പോൾ നമ്മൾ ഈ ഒരു ബിറ്റ് സ്ട്രീം CRC മെത്തേഡ് വെച്ച് ട്രാൻസ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ജനറൽ പോളിനോമിയലാണ് തന്നിരിക്കുന്നത്. ഇങ്ങനെ ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ തരാം ജനറൽ പോളിനോമിയൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആ പ്രീ ഡിഫൈൻഡ് നമ്പർ തന്നിരിക്കും. ഈ ജനറൽ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഒരു പ്രീ ഡിഫൈൻഡ് നമ്പർ വെച്ചായിരിക്കും ഡിവൈഡ് ചെയ്യുന്ന ആ നമ്പറാണ് ഈ ജനറൽ പോളിനോമിയലായിട്ട് കൊടുത്തിരിക്കുന്നത്. ആ നമ്പർ ഇപ്പോൾ ആദ്യം കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മുടെ പോളിനോമിയൽ എന്താണ്, x⁴ പ്ലസ് x+1 എന്നാണല്ലേ. സാധാരണ നമ്മൾ ഇതിൻ്റെ ആ ഒരു ഫ്ലോയിൽ ഇടയ്ക്ക് എന്തൊക്കെയുണ്ട്, x⁴ വരും. അപ്പോൾ എങ്ങനെയാണ് കറക്റ്റായിട്ട് വരുന്നത്, x⁴, x³ x² പ്ലസ് x+1 എന്നാണ്. ഇതിൽ നിന്നാണ് ഈ പോളിനോമിയൽ വന്നത്. അപ്പോൾ ഇതിൽ ഏതൊക്കെ ഉണ്ട്, x⁴ ഉണ്ടെങ്കിൽ അതിന് 1 കൊടുക്കുക, x⁴ ഉണ്ടോ ഇല്ല 0, x² ഉണ്ടോ ഇല്ല 0, x ഉണ്ടോ ഉണ്ട് 1 ഉണ്ടോ 1. സോ ഇതാണ് ആ പ്രീ ഡിഫൈൻഡ് നമ്പർ. പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ആ നമ്പറാണ് നമ്മൾ കണ്ടുപിടിച്ചത് ഈ പോളിനോമിയൽ വെച്ച്. ഓക്കെ, അപ്പോൾ നമ്മുടെ നമ്പർ 10011 ഇത് വെച്ചിട്ടാണ് നമ്മൾ ആക്ച്വൽ ഡേറ്റ് എന്ത് ചെയ്യാൻ, ഡിവൈഡ് ചെയ്യാനായിട്ടുള്ളൂ. സോ എങ്ങനെയാണ് ആ ഡിവിഷൻ മെത്തേഡ് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കിട്ടിയ നമ്പർ എന്താണ്, 10011. ഇതാണ് നമ്മുടെ നമ്പർ. നമ്മളിനി ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ്. ഡിവൈഡ് ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ആ പറഞ്ഞു ഡേറ്റ, ആ ഡേറ്റ എന്ത് ചെയ്യണം, ആദ്യം ആ പ്രീ ഡിഫൈൻഡ് നമ്പറുമായിട്ട് ഡിവൈഡ് ചെയ്യണം. ഇവിടെ നമ്മൾ ബൈനറി ഡിവിഷനാണ് ഇവിടെ ചെയ്യുന്നത്, XOR ഓപ്പറേഷനാണ്. XOR ഓപ്പറേഷനാണ് നടക്കുന്നത്. അതായത് നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 0 ആണ് വരുന്നത്, അതായത് സെയിം നമ്പറാണ്. സെയിം വന്നാൽ 0 കൊടുക്കണം. ഡിഫറെൻ്റ് ആയിട്ടാണ് വന്നിരുന്നെങ്കിൽ, അതായത് 0ഉം 1ഉം വന്നാൽ എന്ത് കൊടുക്കണം, 1 എന്ന് കൊടുക്കാം. സെയിം നമ്പർ 0011 എന്നാണെങ്കിൽ 0 കൊടുക്കുക, ഡിഫറെൻ്റ് ആണെങ്കിൽ 1 കൊടുക്കുക. ഇതാണ് XOR ഓപ്പറേഷൻ പറയുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് നോക്കിക്കോ, നമുക്ക് ആദ്യം തന്നെ ആക്ച്വൽ ബിറ്റ് എഴുതുക, ബിറ്റ് സ്ട്രീം എഴുതുക, 1101 011 011. ഇതാണ് നമ്മുടെ ആക്ച്വൽ ബിറ്റ്. ഇതിൻ്റെ കൂടെ നമ്മൾ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്പർ ഏതാണ്, 10011. ഓക്കെ,
നമ്മൾ നോക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ കൂടെയാണ് നമ്മൾ എന്ത് റിഡൻഡൻറ്റ് ബിറ്റ് ആഡ് ചെയ്യുമെന്ന് പറഞ്ഞു. ആ റിഡൻഡൻറ്റ് ബിറ്റ് റിമൈൻഡർ ആയിട്ട് കിട്ടുമ്പോഴാണ് ആഡ് ചെയ്യുന്നത്. ആ റിമൈൻഡർ കണ്ടുപിടിക്കാൻ ഒരു വഴിയുണ്ട്. അതായത് നമുക്കിവിടെ ഒരു n തന്നിട്ടില്ല, എത്രയാണ് നമുക്ക് 3, മൊത്തം ഒരു ടോട്ടൽ 5 n ഉണ്ടല്ലേ. ആ ഒരു റിഡൻഡൻറ്റ് ബിറ്റിൻ്റെ നമ്പർ അറിയാൻ വേണ്ടി നമുക്ക് n-1 ആണ് ഫോർമുല. അതായത് ഇത്ര 5 ഉണ്ട്, 5 1 2 3 4 5 അല്ലേ, 5 - 1 4 ആയിരിക്കും നമ്മുടെ റിമൈൻ, 4 നമ്പർ ആയിരിക്കും. ഓക്കെ, നമ്പർ ഓഫ് ഇതാണ് പറഞ്ഞത്, 4 ആയിരിക്കും അതിൻ്റെ ലെങ്ത് വരുന്നത്. അതായത് അപ്പോൾ 4 ആയിട്ടും വരും. അപ്പോൾ നമ്മൾ ഇവിടെ അത് ആഡ് ചെയ്യുന്നില്ല, അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക, 4 0 ഇട്ട് കൊടുക്കും. 4 ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. നമ്മൾ റിമൈൻഡർ കിട്ടുമ്പോൾ അത് എത്രയായിരിക്കും, 4 നമ്പേഴ്സ് ആയിരിക്കും, 4 ആയിരിക്കും അതിൻ്റെ ലെങ്ത്. അങ്ങനെ ആയതുകൊണ്ട് നമ്മളത് കണ്ടുപിടിച്ച് അതിൻ്റെ കൂടെ നമ്മൾ 4 0 ആഡാണ് ചെയ്യുന്നത്. ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്. ഇനി നമ്മൾ 1 0 0 1 1 നമ്മൾ ഡിവിഷൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ മറ്റേ സാധാരണ നമ്മൾ മാത്തമെറ്റിക്കൽ ഡിവിഷൻ ചെയ്യുമ്പോൾ മുകളിൽ എന്ത് ചെയ്യേണ്ട, കോഷ്യൻ്റ് ഒന്നും എഴുതണ്ട, നമ്മൾ ജസ്റ്റ് 1 0 0 1 1 തന്നെ വെച്ച് അങ്ങ് പോവുകയാണ്. അപ്പോൾ നമുക്ക് 1 0 0 1 1 വെച്ച് ആദ്യം എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. നമുക്കറിയാം ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സബ്ട്രാക്ഷൻ, എക്സോ സബ്ട്രാക്ഷൻ ആണ്. അപ്പോൾ ഇവിടെ എക്സോ നമ്മൾ പറഞ്ഞു സെയിം വന്നാൽ 0, ഡിഫറെൻറ്റ് വന്നാൽ 1. സെയിം അല്ലേ 1 1 0, 1 0 ഡിഫറെൻ്റ് അല്ലേ, അപ്പോൾ 1 0 0 ഡിഫറെൻ്റ് ആണോ സെയിം ആണോ, സെയിം ആണ്. സെയിം ആകുമ്പോൾ 0 1 1 0, ഇതെന്താണ് ഡിഫറെൻ്റ് അല്ലേ, 0 1 ഡിഫറെൻറ്റ്, സോ 1. ഈ അപ്പോൾ എത്ര നമ്പർ 1 0 0, ഈ 0 അങ്ങ് കളയും, 0ക്കില്ല, 0 ഡിസ്കാർഡ് ആവും. ബാക്കി 1 0 0 1 ആണ്. അപ്പോൾ അടുത്ത് ഇത് ഇവിടെ എത്തിയപ്പോൾ 1 ആയില്ലേ. ഇത് എത്ര ഉണ്ട്, 4 എണ്ണം ഉണ്ട്. നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എത്രയാണ്, 5 ആണ്. അപ്പോൾ നമ്മളിവിടെ എത്ര വരണം, 5 വരണം. സോ അടുത്ത ഈ 1 നമ്മൾ താഴോട്ട് ഇറക്കും. അപ്പോൾ എത്രയായി, 1 0 0 1 1 ആയി. ഓക്കെ, നെക്സ്റ്റ് വീണ്ടും 1 0 0 1 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. ആ സമയത്ത് സബ്ട്രാക്ട് ചെയ്യുന്നത്, സബ്ട്രാക്ട് 1 1 സെയിം ആണോ, സെയിം ആകുമ്പോൾ 0, ഇതെല്ലാം സെയിം ആണ്, സോ 0. 4 5 എന്ത് ചെയ്യും, ആദ്യം ഡിസ്കാർഡ് ആവും. നെക്സ്റ്റ് വീണ്ടും ഈ 0 ഇറക്കും, ഈ 1നെ ഇറക്കും, ഈ 1നെ ഇറക്കും, 5 അടുത്തുള്ള 5 എണ്ണം ഇറക്കണം. അതായത് 0 1 1 0 0 ഇറക്കും. ഓക്കെ, ഇത്രയാണ് ഇറക്കുന്നത്. ഇതിൽ വീണ്ടും ഇവിടെ 0 ഉള്ളതുകൊണ്ട് ഈ 0 എന്താവും, ഇതിൻ്റെ കൂടെ ഡിസ്കാർഡായി പോവും. വെയിറ്റ് ഇതിൻ്റെ ഒരു 0 പോകത്തില്ല, ഒരു തെറ്റുണ്ട്. ഇവിടുത്തെ 1 ഇല്ലേ, ഈ 1 നമ്മൾ എടുത്തില്ല. അപ്പോൾ എന്ത് വരും, ഇവിടെ ഒരു 1 വരും കേട്ടോ. അപ്പോൾ നമ്മൾ നമ്പർ ഇങ്ങനെയാണ് 1 0 1. ഇത് വരയ്ക്കുമ്പോൾ ശ്രദ്ധിച്ച് വരയ്ക്കണം, അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് തെറ്റിപ്പോവും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്, ഇവിടുത്തെ ഈ 1 ഉണ്ടല്ലോ, ഈ 1 ഇവിടുത്തെ 1 എടുത്തോളൂ, ഈ 1 നമ്മൾ എടുത്തില്ല. ഇത് ഇത്രയാണ് നമ്മൾ തിരിച്ചു വേണം, 1 0 0 1 1 0 1 0 1 1 0, ഇത് വരത്തില്ല. ഓക്കെ അല്ലേ. അപ്പോൾ ഈ 1 0 0ൽ നമുക്ക് അടുത്ത് ചെയ്യാം 1 0 0 1 1. സെയിം ആണോ ഡിഫറെൻ്റ് ആണോ, ഡിഫറെൻ്റ് ആണ്. ഡിഫറെൻ്റ് ആകുമ്പോൾ 1, സെയിം ആണെങ്കിൽ 0. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇതാ ഇവിടെ നമ്മൾ നേരത്തെ എടുത്തിൻ്റെ ബാക്കി എടുക്കുകയാണ്. ഈ 0 ആണ് എടുക്കാൻ പോകണം. അപ്പോൾ എത്ര 0, ഇപ്പോൾ എത്ര, ഈ 2 0 ഡിസ്കാർഡ്, 1 0 1 0, 4 അല്ലേ ഉള്ളൂ, ഒന്നും കൂടെ വേണ്ട. അപ്പോൾ ഈ 0യും കൂടി ഇറക്കും, 1 0 1 0 0. ഓക്കെ, അപ്പോൾ നമ്മൾ മറ്റേത് എടുക്കും, 1 0 0 1 1 കൊടുത്തു. ഡിഫറെൻ്റ് അല്ലേ 1, ഡിഫറെൻ്റ് അല്ലേ 1, സെയിം അല്ലേ 0 0. ഈ 0 0 എന്ത് ചെയ്യും, ഡിസ്കാർഡ് ചെയ്യും. അപ്പോൾ 3 നമ്പർ, ഒരു ലാസ്റ്റ് നമ്പർ ഇവിടെ ഉണ്ട്, ആ നമ്പറും കൂടി എന്ത് ചെയ്യും, കൊടുക്കും. അപ്പോൾ എത്രയേ 1 1 1 0. ഇതാണ് നമ്മുടെ എന്ത്, റിമൈൻഡർ. ഇതാണ് നമ്മുടെ എന്ത്, റിമൈൻഡർ. അതായത് നമ്മുടെ റിഡൻഡൻറ്റ് ബിറ്റാണ് ഇത് 1 1. നമ്മൾ പറഞ്ഞാൽ 4 ലെങ്ത് ഇല്ലേ, നമ്മളിവിടെ n-1 വെച്ച് കണ്ടുപിടിച്ച 4 ലെങ്ത് ഇല്ലേ, ഇതാണ് നമ്മുടെ നമുക്ക് റിസൾട്ടൻ്റ് ആയിട്ട് കിട്ടിയ റിമൈൻഡർ. ഓക്കെ അല്ലേ. സോ അപ്പോൾ നമുക്ക് ഈ കിട്ടിയ റിമൈൻഡർ ഉണ്ടല്ലോ, നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മളിത് റിസീവർ സൈഡിൽ എത്തുമ്പോൾ ഈ റിമൈൻഡറും കൂടി ആഡ് ചെയ്തിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ദ മെസ്സേജ് സെൻഡ്, മെസ്സേജ് അപ്പോൾ ഇതും കൂടി ആഡ് ചെയ്തായിരിക്കും ആർക്ക് കൊടുക്കുന്നത്, റിസീവറിന് കൊടുക്കുന്നത്. ദ മെസ്സേജ് ടു സെൻഡ് എന്താണ് 1 1 0, നേരത്തെ ഉള്ള ആക്ച്വൽ മെസ്സേജിൻ്റെ കൂടെ വേണം ആഡ് ചെയ്യാൻ. 1 1 0 1 1, അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം 1 1 1 0. ഓക്കെ, ഇതാണ് നമ്മൾ അവിടെ പോകുമ്പോൾ അവിടെ കിട്ടുന്ന മെസ്സേജ്, റിസീവറിന് സെൻഡ് ചെയ്യുന്ന മെസ്സേജ് ഇതാണ്. ഇതിനെ വെച്ചിട്ട് വേണം ഇനി എന്ത് ചെയ്യാൻ, അടുത്ത ഡിവിഷൻ ചെയ്യാൻ. 1 1 0 1 0 1 1 0 1 1 1 1 1 0. ഓക്കെ, കറക്റ്റായിട്ട് എഴുതുന്നത് തെറ്റിപ്പോയത്. ഓക്കെ, നമ്മൾ എഴുതി.
ഇനി ഇതിനെ നേരത്തെ ഉള്ള ആ പ്രീ ഡിഫൈൻഡ് നമ്പർ വെച്ച് തന്നെയാണ് ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ 0 കിട്ടി, റിമൈൻഡർ 0 കിട്ടണം. അതാണ് നമ്മുടെ ഇത്. ഓക്കെ, അപ്പോൾ 1 0 0 1 0 0. ഇവിടെ നേരത്തെ ചെയ്ത പോലെ XOR ആണ്, അതായത് സെയിം വന്നാൽ 0, ഡിഫറെൻ്റ് വന്നാൽ 1. സെയിം ആണ്, ഡിഫറെൻ്റ് ആണ്, ഡിഫറെൻ്റ് 1 0 0 1 0. ഓക്കെ, അടുത്ത് ഈ 1 നമ്മൾ താഴോട്ട് ഇറക്കുന്നു, 1 5 എണ്ണം വരട്ടെ. അടുത്ത് 1 0 0 1 1. എല്ലാം എന്തായിപ്പോവും? 0 ആയിപ്പോവും. 0 എല്ലാം ഡിസ്കാർഡ് ചെയ്യും, ഇങ്ങോട്ടുള്ള 0. ഓക്കെ, നെക്സ്റ്റ് അടുത്ത് 5 നമ്പേഴ്സ് താഴോട്ട് ഇറക്കും. അപ്പോൾ എങ്ങനെ വരും? 1 0 1 1 1 എന്ന് കിട്ടും. അപ്പോൾ അടുത്ത് 1 0 0 1 1. സെയിം അല്ലേ? സെയിം വന്നാൽ 0, ഡിഫറെൻ്റ് വന്നാൽ 1. ഓക്കെ, അപ്പോൾ ഈ ലാസ്റ്റത്തെ ഈ 2 എണ്ണം കൂടി ഡിസ്കാർഡ്. അപ്പോൾ എത്ര? 3 എണ്ണം ഉണ്ട്. അടുത്ത ഒരു 1 കൂടി ഇറക്കും, 1. അപ്പോൾ എത്ര? 4. അടുത്ത 1 കൂടി ഇറക്കും, 1 0 0 1 1. അടുത്ത് ചെയ്യുമ്പോൾ 0 0 0 0. അടുത്ത് വീണ്ടും ഒരു 0 ഉള്ളൂ, അതും കൂടി ഇറക്കി കഴിഞ്ഞാൽ ഫുൾ 0 ആണല്ലേ. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? 0 ആണ് കിട്ടിയത്. സോ 0 ആണെങ്കിൽ എൻ്റെ അർത്ഥം എന്താണ്? ഇറർ ഫ്രീ. 0 ആണെങ്കിൽ ഇറർ ഫ്രീ ആണ്. ഓക്കെ, മനസ്സിലായോ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്?